ഹലോ ഫ്രണ്ട്സ്, ഈ വൈകി വന്ന വസന്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വൈകി വന്നൊരു ശിശിരം. അതാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഇത് ഞങ്ങൾ ഫാൾ ടൈമിൽ പോയൊരു ട്രിപ്പാണ്. ഇവിടെ വിന്റർ ഒക്കെ കഴിഞ്ഞ് മരങ്ങളിലൊക്കെ ഇങ്ങനെ പൂവിട്ട് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഫാൾ ട്രിപ്പും കൊണ്ടുവരുന്നത്. എന്ത് ചെയ്യാനാ, ഇതിങ്ങനെ ഗാലറിയിൽ മറിഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പെൻസിൽവേനിയ ട്രാവൽ വ്ളോഗ് അല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു പെൻസിൽവേനിയ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതും ഇതാണ്. ന്യൂജേഴ്സിയിലെ ഏറ്റവും അടുത്ത് അതിമനോഹരമായിട്ടുള്ള ഫാൾ കളേഴ്സ് കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ് പൊക്കോണോ മൗണ്ടെയ്ൻസിലൂടെയുള്ള കാർ യാത്ര. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടുത്തെ പെൻസിൽവേനിയയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ബുഷ്കിൽ ഫാൾസും കൂടി കവർ ചെയ്യുന്നുണ്ട്. ഫാൾ ടൈമിൽ അവിടെ കാണാനും അതിമനോഹരമായിരിക്കും എന്നാണ് കേട്ടത്. ഈ US വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതുപോലെ 4 സീസണും അതിൻ്റെതായ ഭംഗിയിൽ കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ ഒരു ഫാൾ ടൈം. അപ്പൊ അച്ഛനമ്മയോടെ ഉള്ള സമയമായിരുന്നു. അപ്പൊ ഈ ഒരു ചാൻസ് മിസ്സാക്കുന്ന എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെയുള്ള മലയാളി ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വാവയുടെ 28ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു ട്രിപ്പായിരുന്നു. അപ്പൊ അവന്റെ ഒരു ആദ്യത്തെ ട്രിപ്പായിരുന്നു എന്നും പറയാം. ഈ ശിശിരകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമുള്ള ഒരു കാലമായിട്ടാണ് ഞാൻ മുന്നൊക്കെ വിചാരിച്ചിരുന്നത് കേട്ടോ. നമ്മുടെ മലയാള സിനിമയിൽ പണ്ടൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. ഇങ്ങനൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാഡ് ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു സമയം, ആ ഒരു കാഴ്ചയൊക്കെ, ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇലകളൊക്കെ ഇങ്ങനെ കളറ് മാറി ഒരു മഞ്ഞയും പിന്നെ ഒരു ചുവപ്പ് കലർന്ന ഓറഞ്ചും കളറൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ആ ഒരു കാഴ്ച. യാത്രക്കിടയിൽ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ മീറ്റ് ചെയ്തത്. അവര് വേറെ കാറിലായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ യാത്ര തുടങ്ങി. അങ്ങനെ എഗെയിൻ ഒരു 1 hour യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബുഷ്കിൽ ഫാൾസിൽ എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും പിസ്സ മേടിച്ചു. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫാൾസിന്റെ ഉള്ളിലേക്ക് പോയത് കേട്ടോ. ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. $22 ആയിരുന്നു ടിക്കറ്റ് റേറ്റ്. അതുപോലെ കിഡ്സിന് ഒരു $12 ആയിരുന്നു. അപ്പൊ നമ്മൾ ഫോണിൽ തന്നെ ടിക്കറ്റ് ഉള്ള കാരണം നമുക്ക് ഫ്രണ്ടിൽ അത് തന്നെ കാണിച്ചു കൊടുക്കായിരുന്നു. പിന്നെ സ്ട്രോളർ അലോഡ് അല്ലായിരുന്നു. അത് കാരണം നമ്മള് വാവേനെ ഇങ്ങനെ കാരിയറിലാണ് വെച്ചത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ അനിമൽസിന്റെ ഒക്കെ ഒരു മോഡൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ അധികം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. ഈ ബുഷ്കിൽ ഫാൾസിന് വേറൊരു പേരും കൂടി ഉണ്ട്, നയാഗ്ര ഓഫ് പെൻസിൽവേനിയ. അത് നയാഗ്ര പോലെ തന്നെ ഡിഫറെന്റ് ഫാൾസ് ഉണ്ട് ഇവിടെ. 8 ഡിഫറെന്റ് ഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ട്രെയിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് മാപ്പ് പോലെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ റൂട്ട് മാപ്പ് നോക്കി തന്നെ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇതുപോലെ 4 ഡിഫറെന്റ് ട്രെയിൽസ് ഉണ്ട്. ഗ്രീൻ, യെല്ലോ, ബ്ലൂ ആൻഡ് റെഡ്. അതിൽ ബ്ലൂവും റെഡും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മാത്രമല്ല കുറെ ടൈം എടുക്കും. അപ്പൊ യെല്ലോ ആണ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ട്രെയിൽ. അപ്പൊ നമ്മൾ അത് എടുക്കാന്ന് വിചാരിച്ചു. എല്ലാവരുടെ സൗകര്യം അനുസരിച്ച് അതാണ് നമ്മൾ ചൂസ് ചെയ്തത്.
നമ്മൾ യെല്ലോ ട്രെയിലാണ് എടുത്തതെങ്കിലും അത്യാവശ്യം നടക്കാനും സ്റ്റെപ്സ് കയറാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ട്രെയിലൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് അധികം ആവാത്ത കാരണം പിന്നെ അച്ഛനമ്മ എല്ലാവരുടെയും സൗകര്യമൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഒരു ട്രെയിലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ആയ കാരണമാണ് എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞിപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഡോക്ടർമാർ നമ്മളോട് റെസ്റ്റ് എടുക്കണം, അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കണം എന്നാണ് പറയാറ്. അപ്പോൾ നാട്ടിൽ നമുക്ക് ഇതുപോലെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു ഫ്രീഡം അതാണ്. നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 1-2 ആഴ്ച ആകുമ്പോഴേക്കും അവരവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അവർ പുറത്ത് പോവുക, എൻജോയ് ചെയ്യും, എല്ലാം ചെയ്യുന്ന കാണാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കണ്ട ഫാൾസിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടൊരു വലിയ ട്രെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ ഇവർ പറയുന്ന പോലെ അത്ര വലിയൊരു ഫാൾസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മേ ബി നമ്മൾ പോയ സമയത്തിൻ്റെയും ആയിരിക്കും, വെള്ളമൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് ആ ഒരു വ്യൂ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഫാൾ കളേഴ്സ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ കുറച്ച് നടന്നു വന്നപ്പോഴേക്കും എല്ലാവർക്കും കുറച്ച് ടയർഡായിട്ടോ. പിന്നെ വാവയുടെ ആദ്യത്തെ ട്രിപ്പാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ ആ ബേബി ക്യാരിയറിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാണ് ആള്. അങ്ങനെ ഏകദേശം നമ്മുടെ ട്രെയിൽ കഴിയാറായി. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയത്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചെത്തിയപ്പോഴാണ് കേട്ടോ വാവ കണ്ണു തുറന്നത്. അപ്പോൾ മൂപ്പര് ഇപ്പോഴാണ് കണ്ണു തുറന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിരിച്ചാനോ? അപ്പോൾ ഇവിടെ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ റിലേറ്റഡ് ഈ ബുഷ്കിൽ ഫാൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടേക്ക് പോയിട്ടോ. ആ ഒരു സ്ഥലം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ റോഡിന് 2 സൈഡിലായിട്ട് 2 ലേക്ക് ഉണ്ടായിരുന്നു. അത് ഒരുപോലെയുള്ള ലേക്കാണ്, അതിനെ ടിൻ ലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം ആ ഒരു ഫാൾ കളേഴ്സും അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ ആ ലേക്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു സായാഹ്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴും ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു.
അപ്പോൾ നമ്മുടെ പെൻസിൽവേനിയ ട്രാവൽ വ്ളോഗ്സ് തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് വീട്ടുവിശേഷങ്ങളാണ്. ട്രാവൽ വ്ളോഗ്സ് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ വിഷു ഒക്കെ ആവാറായില്ലേ, അപ്പോൾ അമേരിക്കയിലെ വിഷു കാഴ്ചകളും ഞങ്ങളുടെ വിഷു ആഘോഷവും പിന്നെ വാവയുടെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടോ, ആ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.